ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. 108 ലക്ഷ്മി പൊരുളുകൾ ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് പണക്കാരനാകാം. പലപ്പോഴും നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും അല്ലേ? 108 ലക്ഷ്മി പൊരുളുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പണക്കാരനാവാമെന്ന്. ആവാൻ പറ്റുമോ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. എന്താണ് ലക്ഷ്മി പൊരുളുകൾ? ലക്ഷ്മി പൊരുൾ എന്നുദ്ദേശിച്ചത് മഹാലക്ഷ്മിയുടെ അംശമുള്ള വസ്തുക്കൾ എന്നാണ് പറയുന്നത്. എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഒരു കാര്യം തന്നെ പലർ കേൾക്കുമ്പോൾ പല അർത്ഥത്തിലായിരിക്കും എടുക്കുന്നത്. പല കാര്യങ്ങളും പലർക്കും മനസ്സിലാവണമെന്നില്ല. എന്നാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് മനസ്സിലാവുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ തരത്തിലാണ് ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിവനെ പ്രാർത്ഥിച്ചാൽ, വിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ, ലക്ഷ്മിയെ പ്രാർത്ഥിച്ചാൽ എന്നൊക്കെ പറഞ്ഞു. ഒരു എനർജിയുടെ തലത്തിൽ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ എനർജിയാണ്. എനർജി നിറഞ്ഞിരിക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ എനർജിയാണ്. ഓരോ അണുവിലും ഊർജമാണ്, ശക്തിയാണ്. ഉപാസകന്മാർ അതിനെ മഹാകാളി എന്നും മഹാശക്തി എന്നും ത്രിപുര സുന്ദരി എന്നും ശ്രീവിദ്യ എന്നൊക്കെ ചിലർ വിളിക്കുമ്പോൾ ചിലർ അതിനെ ശിവനെന്നും വിഷ്ണു എന്നും പല രൂപത്തിൽ പലരും വിളിക്കും. എന്നാൽ ഇത് എനർജി മാത്രമാണോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ താന്ത്രിക ആചാരപ്രകാരം ചെയ്യുന്ന പൂജാതി കർമ്മങ്ങളും ക്ഷേത്രങ്ങളിലുള്ള ആവാഹനാദി കാര്യങ്ങളിലും അവിടെ രണ്ട് കാര്യങ്ങളെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് എനർജി, അതായത് ഈ പ്രപഞ്ചത്തിലുള്ള ഈ കാറ്റിൽ കലന്ത് എല്ലാമേ കിടപ്പ്. അതാണ് കാറ്റിലെ കടവുൾ ഇരുപ്പ്. കട ഉൾ അതിന് പല അർത്ഥമുണ്ട്. അപ്പൊ കാറ്റ്, അതായത് ഈ പ്രപഞ്ചത്തിലുള്ള സ്പേസിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ ഓരോ വൈബ്രേഷൻസും ഉണ്ട്. അത് ഡീകോഡ് ചെയ്തെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് സിനിമയായിട്ടും ഇപ്പൊ ഞാൻ പറയുന്ന വീഡിയോ ആയിട്ടോ ഫ്രീക്വൻസി അല്ലേ നിങ്ങൾ കാണുന്നത്. ഓരോ ചാനൽ മാറ്റുമ്പോൾ ഓരോ ഫ്രീക്വൻസി അല്ലേ മാറുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഫ്രീക്വൻസീസും ഉണ്ട്. അതിൽ ഡിവൈൻ ആയിട്ടുള്ള ഫ്രീക്വൻസി കലന്തിരിക്കും. ഡിവൈൻ ആയിട്ടുള്ള ഫ്രീക്വൻസിയെ വേണമെങ്കിൽ നമുക്ക് ഓരോ ദേവതകളുടെ ഫ്രീക്വൻസി ആയിട്ട് തിരിക്കാം. ഇപ്പൊ എൻ്റെ ഒരു എനർജിക്ക് സമാനമായിട്ടുള്ള എനർജി പ്രകൃതിയിൽ ഉണ്ടാവും. അതുപോലെ ഇപ്പൊ മഹാലക്ഷ്മി എന്ന ഒരു ഐഡന്റിറ്റി, ഒരു ഡയറ്റി, ദേവത, ആ ദേവതയുടെ ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഭൂമിയിലാണെന്നൊക്കെ വിചാരിക്കുന്നത് വ്യത്യാസമുണ്ട്. താന്ത്രികത്തിലും മാന്ത്രികത്തിലും വേറെ തരത്തിലാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വൈബ്രേഷൻ, അതിന് സമാനമായ വൈബ്രേഷൻ ഭൂമിയിൽ ഉണ്ട്. പൈശാചിക ശക്തികൾക്ക് സമാനമായ വൈബ്രേഷൻസും ഉണ്ട്. അങ്ങനെ ഉള്ള വൈബ്രേഷൻസ് ഉള്ള വസ്തുക്കളാണ് നമ്മൾ ലക്ഷ്മി പൊരുൾ എന്ന് പറയുന്നത്. ലക്ഷ്മിയുടെ വൈബ്രേഷൻസ് ഉള്ള വസ്തുക്കൾ. അത് വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വ്യാഴം, ശുക്രൻ, ബുധൻ ഈ ഗ്രഹങ്ങളുടെ എനർജിയുള്ള വസ്തുക്കളെയാണ് കൂടുതലും മഹാലക്ഷ്മി പൊരുളായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു തരാം. ഇതൊന്നും ആരും പെട്ടെന്ന് പറഞ്ഞു തരാനല്ല, ഇതിന്റെ പ്രാക്ടിക്കബിലിറ്റിയാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. പ്രാക്ടിക്കാലിറ്റി. മഹാലക്ഷ്മി പൊരുൾ, മഹാലക്ഷ്മി പൊരുൾ
എന്ന് പറയും. അപ്പൊ മഹാലക്ഷ്മിയുടെ എനർജി ഉള്ള വസ്തുക്കള്, ഇതിനെ ജ്യോതിഷത്തില് ധാതു, ജീവൻ, മൂലം എന്ന് തിരിച്ചിട്ടുണ്ട്. തമിഴ് അസ്ട്രോളജി പരാശര ഓരോ രാശികൾക്കും ധാതു, ജീവൻ, മൂലം എന്ന് തിരിച്ചിട്ടുണ്ട്. ധാതു രാശി ഏത്, ജീവരാശി ഏത്, മൂലരാശി ഏതെന്ന് ചരസ്ഥിര ഉഭയരാശികൾക്ക് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ധാതുക്കള് സ്വർണം, വെള്ളി, പ്ലാറ്റിനം അങ്ങനെയൊക്കെയുള്ളത്, മുത്തും പവിഴം എല്ലാം ധാതുക്കള്. ജീവനുള്ള വസ്തുക്കള് കിളികള്, മത്സ്യവർഗങ്ങള്, ജന്തുവർഗങ്ങള് ഒക്കെ ജീവൻ. മൂലം എന്ന് പറയുന്ന സസ്യലതാദികള്. അപ്പൊ ഏകദേശം കഴിഞ്ഞില്ലേ? സസ്യലതാദികള് മൂലം, പക്ഷിമൃഗാദികള് ജീവൻ, ധാതുക്കള് ധാതു. അപ്പൊ ഏകദേശം കഴിഞ്ഞല്ല ഭൂമിയില. അപ്പൊ ഈ ധാതുക്കള്, ജീവൻ, മൂലം എന്ന 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് പരാശരർ ഉള്ള വസ്തുക്കളെ, ഭൂമിയിലുള്ള വസ്തുക്കളെ. അപ്പൊ ധാതുക്കളിൽ ഏത്, ജീവനിലേത്, മൂലം എന്ന വസ്തുക്കളിൽ ഏത്? ഇത് പരാശരർ എങ്ങനെ തിരിച്ചിരിക്കുന്ന? ധാതു, ജീവൻ, മൂലം രാശി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ധാതുവില് 9 പ്ലാനറ്റ്സ്, 9 ഗ്രഹങ്ങളുടെ, ജീവനിൽ 9 ഗ്രഹങ്ങളുടെ, മൂലത്തിൽ 9 ഗ്രഹങ്ങളുടെ എനർജി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു മഹാലക്ഷ്മി പൊരുൾ എന്ന് പറഞ്ഞ ശുക്രൻ, ഗുരു, ബുധൻ. ഇവരുടെ പ്രത്യേകത എന്താ? ഇവര് 3 ശുഭഗ്രഹങ്ങളാണെന്നാണ് വൈപ്പ്. എന്നാൽ ബുധൻ നിങ്ങൾക്കറിയാം, പാപനോട് കൂടി ചേർന്ന ബുധൻ പാപനായി മാറുമെന്ന് ഹോരയിൽ വചനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ശുക്രൻ, ഗുരു, ബുധൻ ഇവയുടെ എനർജിയുള്ള വസ്തുക്കളാണ് മഹാലക്ഷ്മി പൊരുൾ. ഈ ജ്യോതിഷികൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് ഗ്രഹങ്ങളുടെ എനർജി ആയിട്ടാണ് കാണുന്നത് പ്രപഞ്ചം മുഴുവൻ. ഇപ്പൊ നിങ്ങൾക്കറിയാവുന്ന ഫ്രീക്വൻസി, ഈ 11 സ്ട്രിങ്സ്, സ്ട്രിങ് തിയറി ഒക്കെ നോക്കാം ഫിസിക്സില്. ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാല് പലരും വന്ന് അതിനെ കൗണ്ടറായിട്ട് പറയാൻ തുടങ്ങും. അസ്ട്രോളജി പ്രപഞ്ചവുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഫിസിക്സിലെ പല തിയറികളും ഇതായിട്ട് കണക്റ്റഡ് ആണ് സത്യത്തില്. അതിലേക്ക് നമുക്ക് ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്താൽ ചിലവര് നല്ലോണം കൗണ്ടർ ചെയ്യും. ഇപ്പൊ ഞാൻ തന്നെ കൗണ്ടർ ചെയ്ത് പറഞ്ഞാലും, അനുകൂലമായി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും എനിക്കും പറയാൻ പറ്റും. ഒരു വിഷയത്തെ കൗണ്ടർ ചെയ്തും അനുകൂലമായിട്ടും പറയാൻ പറ്റും. നല്ലതാണെന്നും ചീത്തയാണെന്നും പറയാൻ പറ്റും. അപ്പൊ ശുക്രൻ, ഗുരു, ബുധൻ ഇവയുടെ കാരകത്വമുള്ള വസ്തുക്കള്, ആ എനർജി ഉള്ള വസ്തുക്കള് മഹാലക്ഷ്മി പൊരുളായിട്ട് എടുക്കുന്നു. ഇപ്പോ സസ്യങ്ങളിൽ നിന്നുണ്ടാവുന്ന വസ്തുക്കളൊക്കെ മൂലം എന്ന് പറയുന്നത് കാരണമായിരിക്കുന്നത്. ഓൾ ദ സ്പൈസസ് എടുക്കാം. എല്ലാ സ്പൈസസും എടുക്കാം. 108 കിട്ടും അല്ലെ? ചുക്ക്, കുരുമുളക്, തിപ്പലി, ഇലവർഗം, ജീരകം. അത് പല ജീരകമുണ്ട്. കരിഞ്ജീരകം, പെരിഞ്ജീരകം, ചെറുജീരകം മുതലായവയുണ്ട്. ഗ്രാമ്പു, ഏലക്ക, ചപ്പങ്ങം, ഇതേമാതിരി മറ്റുള്ള മരുന്നുകളില്ലേ, ദേവതാരം, അരത്ത, അമുക്കുരം, കോട്ടം, മാഞ്ചി, ചരളം, മുത്തങ്ങ, തഴുതായ്മ, വലംവിരി,
ഇടംപിരി, ഇങ്ങനെയും ഉള്ള ഇപ്പൊ പറഞ്ഞ എനിക്ക് 108 തന്നെ, ഇത് തന്നെ 108 പറയാൻ പറ്റും കേട്ടാ. കളരി ഗുരുക്കളായതുകൊണ്ടും മരുന്നുകൾ ഉണ്ടാക്കണതുകൊണ്ടും വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നുള്ളൂ. അർത്ഥമരം കൊണ്ട് കൊട്ടം വാഞ്ചി ചല ദേവതാരങ്കട് രോഗോണി മുത്തങ്ങ് വരെ തഴുതായ വരെ ഇങ്ങനെ അങ്ങോട്ട് ഓർഡറായിട്ട് തന്നെ പറയാൻ പറ്റില്ല. ഇത് എല്ലാം മഹാലക്ഷ്മി പൊരുൾ തന്നെ. ഇതിൽ കുരുമുളകിന് ചൊവ്വയുടെ ആധിക്യമുണ്ട്. ചൊവ്വ ആധിക്യം ഉണ്ട് കുരുമുളകിന്. അപ്പൊ എന്നാലും എല്ലാ സ്പൈസസിലും ശുക്രന്റെ അംശമുള്ളതുകൊണ്ട്, വ്യാഴത്തിന്റെ അംശം ഉള്ളതുകൊണ്ട് ഇതിനെ കോമൺലി മിക്കവാറും സ്പൈസസ് എടുക്കാം. അതിൽ തന്നെ എരിവില്ലാത്ത സ്പൈസസ് എടുത്താൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മഹാലക്ഷ്മി പൊരുൾ അതിൽ നിന്ന് കിട്ടും. പിന്നെ രണ്ടാമത്തത് ജീവൻ. ഇപ്പൊ ഞാൻ ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന അതിൽ രണ്ടാമത്തത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന പ്രഷ്യസ് ആയിട്ടുള്ള ലോഹങ്ങളല്ല കേട്ടോ. പ്രഷ്യസ് ഞാൻ ഉദ്ദേശിച്ചത് ഇൻ ദിസ് കോൺടെക്സ്റ്റ് ബി ആപ്റ്റ്, ബട്ട് പ്രഷ്യസ് ഉദ്ദേശിച്ചത് നമ്മൾ ഹോളി ആയിട്ട് കരുതുന്ന ചില ചെടികൾ, കൂവളം, തുളസി, ചന്ദനം, ദേവദാരം, ഇങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങള്. എന്തിനേ മുല്ല, ചമ്പകം, പിച്ചി, മന്ദാരം, ഇതൊക്കെ എടുക്കാം. ഇതും മഹാലക്ഷ്മിയുടെ അംശമുള്ളതാണെന്ന് പറയാം. പക്ഷെ അത് ചെടി ആയതുകൊണ്ട് അതിന്റെ പൂക്കളുടെ കളർ അനുസരിച്ചിട്ട് ഗ്രഹത്തിൻ്റെത് മാറ്റം വരും, കോമ്പിനേഷൻ മാറ്റം വരും. അപ്പൊ അതായത് പോസിറ്റിവിറ്റി ഉള്ള വസ്തുക്കളെയാണ് ഈ മഹാലക്ഷ്മി പൊരുൾ കോമൺ ആയിട്ട് പറയുന്നത്. എന്നാൽ വ്യക്തമായിട്ട് ശുക്രന്റെ ഹാരകത്വം മാത്രമുള്ള പൊരുളുകൾ നമുക്ക് തരംതിരിക്കാൻ പറ്റണം അസ്ട്രോളജേഴ്സിന്. അപ്പൊ അത് ജീവൻ അല്ല, അപ്പൊ അത് മൂലം. ധാതുക്കൾ എന്ന് പറയുമ്പോ സ്വർണം വ്യാഴത്തിന്റെ അംശമുള്ള, വെള്ളി ശുക്രന്റെ അംശമുള്ള, പ്ലാറ്റിനം ശുക്രൻ വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ പ്ലാറ്റിനം വരും, കോപ്പർ സൂര്യന്റെ അംശമാണ്, അതുകൊണ്ട് അതങ്ങനെ. അപ്പൊ ശുക്രന്റെയും വ്യാഴത്തിന്റെ അംശമുള്ള വെള്ളിയും സ്വർണം കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ധാതുക്കൾ. അതുപോലെ നവരത്തിനങ്ങള് അല്ലെ, വൈഡൂര്യം, വൈരം, മാണിക്യം, മുത്ത്, പവിഴം, ഗോമേതകം, പുഷ്യരാഗം, ഇന്ദ്രനീലം, ഈ 9 മരതം കൂടി ഉണ്ട്. വൈഡൂര്യ, വൈര, മാണിക്യ, മുത്ത്, പവിഴ, ഗോമേത, പുഷ്യരാഗഞ്ച, നീലഞ്ച, മരതകാദി നവഗ്രഹേൻ. അപ്പൊ 9 ഗ്രഹത്തിനുള്ള ഈ 9 മണികൾ പോലും പല പല ഗ്രഹങ്ങളുടെ കാരകത്വം വന്നെങ്കിൽ പോലും അതും മഹാലക്ഷ്മി പൊരുളായിട്ട് എടുക്കാറുണ്ട്. കാരണം അത് പ്രഷ്യസ് ആണ്. അപ്പോ ധാതുക്കളില് പ്രഷ്യസായ ധാതുക്കള്, അതായത് ലോഹങ്ങൾ, പ്രഷ്യസായ ലോഹങ്ങള്, അതുപോലെ രത്നമണികള്. ജീവനിലോ വ്യാഴത്തിന്റെയും ബുധന്റെയും ശുക്രന്റെയും കാരകത്തുള്ള ജീവികള്, അതായത് നല്ല ഭംഗിയുള്ള തത്തമ്മ ബുധന്റെ കാരകത്വം വരും അല്ലെ, പഞ്ചവർണ്ണ കിളി ശുക്രന്റെ കാരകത്വം വരും. കിളിയുടെ കാര്യം പറഞ്ഞുള്ളൂ. നല്ല മഞ്ഞ നിറമുള്ള ബേഡ്സ് വ്യാഴത്തിന്റെ കാരകത്വം വരും. അതേപോലെ പശുക്കള് വ്യാഴം, പൂച്ച ബുധൻ, അങ്ങനെ മൃഗങ്ങളെ പോലും ഇത്തരത്തില് തരംതിരിച്ചൊക്കെയാണ്. ഇപ്പൊ പറഞ്ഞതെല്ലാം മഹാലക്ഷ്മി പൊരുളുകളാണെന്നാണ് പറയപ്പെടുന്നത്. ആക്ച്വലി ഇതിന് എല്ലാത്തിനും ഗ്രഹാദ്ഗ്രഹം വരും. എന്താ പറഞ്ഞ ഗ്രഹാൽ ഗ്രഹം, ഗ്രഹാദ് ഗ്രഹം, ഗ്രഹാദ് ഗ്രഹം എന്ന് പറഞ്ഞൊന്നുമില്ല. ഇപ്പൊ ഞാന് ഗ്രഹാദ്ഗ്രഹം എന്ന് പറഞ്ഞാല് വാച്ച് എന്നൊരു കോൺസെപ്റ്റ് എടുത്ത. വാച്ച് എന്ന് പറഞ്ഞാൽ ബുധന്റെ കാരകത്വം ആണെന്നല്ല. വാച്ച് എന്ന് പറഞ്ഞാൽ ഗണിക്കുന്ന ബുധനാണെന്നും മറ്റേ സൂചി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രനാണെന്നും
അതിന്റെ ചില്ലി ശുക്രനാണെന്നൊക്കെ പറഞ്ഞാലും ചൊവ്വയുടെ കാരകത്വമാണ്. അപ്പൊ ചൊവ്വയുടെ കാരകത്വമുള്ള വാച്ചില് അതിന്റെ ചില്ല് ശുക്രനാണ്. അതിന്റെ അവർ കാണിക്കുന്ന സൂര്യനാണ്. അവർ, മിനിറ്റ്, സെക്കൻഡ്, ഇതൊക്കെ ഓരോ ഗ്രഹങ്ങളാണ്. അങ്ങനെ ഒന്നിൽ പല ഗ്രഹങ്ങൾ ഉണ്ടാവും. അത് ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കാര്യം പറഞ്ഞ. ഒരു ഡ്രസ്സിലാണെങ്കിൽ ഡ്രസ് എന്ന് പറയണ ശുക്രന്റെ കാരകത്വമാണെങ്കിൽ ഇതിലിപ്പോ മഞ്ഞയല്ല, അപ്പൊ ശുക്രനില് ബുധൻ എന്നെടുക്കേണ്ട വരും. ശുക്രന്റെ കാറ്റഗറിയിൽ, സോറി, മഞ്ഞ എന്ന് പറഞ്ഞ ബുധൻ അല്ലട്ടാ, വ്യാഴം. അപ്പോ ശുക്രനില് വ്യാഴം എന്നെടുക്കേണ്ട വരും. അപ്പൊ ഗ്രഹാദ്ഗ്രഹം എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഗ്രഹാദ്ഗ്രഹ വ്യത്യാസം ഇതിനെല്ലാത്തിലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇനി 108 അല്ല 1008 മഹാലക്ഷ്മി പൊരുളുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ പ്രഷ്യസ് ആയിട്ടുള്ള പൊരുളുകളാണോ അതൊക്കെ മഹാലക്ഷ്മി പൊരുളാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ലൈഫിൽ കോമൺ ആയിട്ട് പറഞ്ഞ മഹാലക്ഷ്മി പൊരുൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ, വസ്തുക്കൾ, നല്ല ക്വാളിറ്റി ഉള്ള വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. ഇതിനെ എങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യണം എന്ന് പറയണം. ക്വാളിറ്റി ഉള്ള വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. കംപ്ലൈന്റ് ആയിട്ടുള്ളതും ചീപ്പായിട്ടുള്ള വസ്തുക്കളും നിങ്ങൾക്ക് പരമാവധി മാറ്റി നല്ലത് ഉപയോഗിക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? സാമ്പത്തികം ഇല്ലെങ്കിൽ, നമ്മൾ എല്ലാവർക്കും സാമ്പത്തികം ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം മീഡിയം ലെവലിലുള്ള സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക. അപ്പൊ കുറേ നാൾ നിൽക്കും. നമ്മളിപ്പോ മാർക്കറ്റിൽ കിട്ടുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഒരു ചെലവില്ലാണ്ട് വീട്ടില് നല്ല ചെടികൾ, ചമ്പകം, പിച്ചി, മന്ദാരം, തുളസി, ചന്ദനം, ഇതൊക്കെ കൊണ്ട് നടാൻ പറ്റും. കൊണ്ട് നടുക. നല്ല പട്ടി പൂച്ചകളെ, പട്ടിയില്ലട്ടാ, പട്ടി ചൊവ്വയാണ്, പൂച്ചനെ വളർത്തുക. കിളികളെ നല്ല ഇതൊക്കെ വളർത്തുക. കിളികളെ വളർത്താൻ ഞാൻ പറയില്ല, കാര്യം ഒരു സാധനത്തിന് ബന്ധനത്തിലാക്കി വളർത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോ മീനെ വളർത്തണമെങ്കിൽ മീനെ വളർത്താം. ജലം രാശിയാണ്, ചന്ദ്രന്റെ ആധിക്യം ഉണ്ടാവും, മനസ്സിന് പോസിറ്റീവായിട്ടിരിക്കും. അക്വേറിയം വെക്കാം. കുറച്ചും കൂടി വലിയ ഇതിലൊക്കെ മീനെ വളർത്തുന്നത് നല്ലതായിരിക്കും. ഇതെന്താ സംഭവിക്കണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മഹാലക്ഷ്മി പൊരുളാണ്. മഹാലക്ഷ്മി പൊരുൾ കോമൺ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, ആർക്കെന്നും പറഞ്ഞിട്ട്. ഈ മഹാലക്ഷ്മി പൊരുളുകൾ ആർക്കെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും ഇത് വർക്കാവത്തില്ല. അപ്പൊ നമ്മുടെ ചാർട്ട് നോക്കണം, ജാതകം നോക്കണം. ജാതകത്തില് 2-ാം ഭാവം, 9-ാം ഭാവം, 11-ാം ഭാവം, 9 ഭാഗ്യസ്ഥാനം, 2-ാം ഭാവം സമ്പത്തിനെ കാണിക്കുന്നതാണ്, 11-ാം ഭാവം വരവാണ്. ഈ 3 ഭാവങ്ങളില് ഏത് ഗ്രഹം പോസിറ്റീവായിട്ട് നിൽക്കുന്നുവോ ഇത് ചിലപ്പോൾ ഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ ആ ഗ്രഹം ഈ 2-ാം ഭാവം, 9-ാം ഭാവം, 11-ാം ഭാവം, ഇവിടെ അധിപന്മാർ എവിടെ പോയിട്ട് നിൽക്കുന്നു, ഇത് ജസ്റ്റ് ബേസിക് അസ്ട്രോളജിയാണ് കേട്ടോ. ഇത് ഇങ്ങനെയൊന്നും നോക്കി ബലം പറഞ്ഞാലും ബലം ശരിയാവണമെന്നില്ല, പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ പോയിട്ട് നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദുസ്ഥാനങ്ങളില്, കുഴപ്പം പിടിച്ച സ്ഥാനങ്ങളിൽ പോയി നിൽക്കാത്ത ഗ്രഹത്തിന്റെ കാരകത്വം എടുത്ത് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതല്ല, അതായത് ഒരു ഗ്രഹം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണെന്ന് നോക്കണമെന്ന് അർത്ഥം. വ്യാഴം ചിലപ്പോൾ നമുക്ക് പ്രതികൂലമായിരിക്കും. വ്യാഴം പ്രതികൂലമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ കണ്ടല്ലോ, ജ്യോത്സ്യന്മാര്, മന്ത്രവാദികള്, പൂജാരിമാര്, സമൂഹത്തില് ആത്മീയമായ നല്ല ലെവലിൽ നിൽക്കുന്നവര്, എനർജറ്റിക് ആയിട്ടുള്ള ആളുകള്, ബാങ്ക് ഉദ്യോഗസ്ഥന്മാര്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആവണം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് നമ്മളെ കാണുമ്പോഴേ കലിയായിരിക്കും. വ്യാഴം ഓപ്പോസിറ്റ് ആയുള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കാനല്ല നോക്കണത്. പതുക്കെ ആ വ്യാഴത്തിന്റെ കാരകത്വം വരുന്നവരൊന്നും പതുക്കെ ഒന്ന് സ്ലിപ്പായിട്ട് നിൽക്കുക. നമ്മളുടെ ജാതക പ്രകാരം ചൊവ്വയാണ് ബലവാനെങ്കിലാ പോലീസുകാര്, പട്ടാളക്കാര്, എഞ്ചിനീയർമാര്, എന്തിന് മണ്ണിൽ പണിയെടുക്കുന്ന ആളുകൾ വരെ
ചിലപ്പോൾ നമ്മളോട് ഭയങ്കര ഇതായിട്ട് പെരുമാറും. കാരണം നമ്മളുടെ ജാതകത്തില് ആ ഗ്രഹങ്ങളാണ്, ചൊവ്വയാണ് പവർഫുൾ എങ്കിൽ അങ്ങനെ വരും. അപ്പൊ ഏതെങ്കിലും ഗ്രഹം ഓപ്പോസിറ്റ് ആണെങ്കിൽ, വ്യാഴം എപ്പോഴും നല്ലതാണെന്നും പറഞ്ഞിട്ട് വ്യാഴം നമുക്ക് ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞ് വ്യാഴത്തിന്റെ കാരകത്വമുള്ള വസ്തുക്കൾ ഇതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് വരും. ശുക്രൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ലക്ഷൂറിയസ് ലൈഫ് നയിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ തന്നെ വല്ല ഡാൻസേഴ്സോ പാട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിലും, കലാവാസന ഉള്ളവരുണ്ടെങ്കിലോ അവരൊക്കെ നമുക്ക് എതിരായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് തന്നെ അവരെ കാണുമ്പോൾ ദേഷ്യം വരും, അവര് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പെരുമാറും. ഇനി ബുധൻ ഓപ്പോസിറ്റ് ആയല്ല, നമുക്ക് തന്നെ ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ഇപ്പൊ ജ്യോത്സ്യന്മാര്, നിങ്ങളുടെ ബുധൻ പ്രശ്നമാണെങ്കിൽ ഞാൻ പറയണ നിങ്ങൾക്ക് കലിപ്പായിട്ട് തോന്നും. ഞാൻ പറയണത് തന്നെ, ഞാൻ ബുധന്റെ കാര്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണം, നിങ്ങൾക്ക് അത് ഓപ്പോസിറ്റ് ആയിട്ട് തോന്നും. അപ്പൊ കാരകത്വം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ജാതകത്തില് ഈ ഏത് ഗ്രഹമാണോ പവർഫുള്ള് എന്നല്ല, അനുകൂലം, ആ ഗ്രഹത്തെ കൂടുതൽ എനർജറ്റിക് ആക്കുന്നതാണ് നല്ലത്. പണക്കാരനെ കൂടുതൽ പണക്കാരനാക്കാം എന്ന് പറയുന്ന മാതിരി അനുകൂലമായിരിക്കുന്നവനെ കൂടുതൽ അനുകൂലമാക്കുക. നിങ്ങളുടെ ജാതകത്തില് പ്രതികൂലമായിരിക്കുന്നവനെ അനുകൂലമാക്കാനല്ല ഇത് ചെയ്യുന്ന, അനുകൂലമാക്കാനുള്ള വേറെ വഴികളും ഉണ്ട്. പ്രതികൂലമായ കാരകത്തുള്ളതിനെ നമ്മൾ പവർഫുൾ ആക്കി കഴിഞ്ഞാൽ പ്രതിയോഗികൾ പവർഫുൾ ആവുന്നതാണ്. പരാശര മുറയിൽ പറയണതാണ് ഞാൻ ഈ പറയണ തമിഴ് അസ്ട്രോളജിയിൽ. കൂടുതൽ പ്രാക്ടിക്കാലിറ്റി ഒക്കെ അവർ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ആദ്യം തന്നെ പോയിട്ട് ജാതകം നോക്കിയിട്ട് ജാതകത്തിൽ ഏതൊക്കെ പൊരുൾ ഉപയോഗിക്കാം, അത് എപ്പോ ഉപയോഗിക്കാന്നുണ്ട് കൃത്യമായിട്ട്. ദിശ, ബുദ്ധി, അന്തരം, തർപ്പര, പ്രാണൻ, ഇതിങ്ങനെ മൊത്തം ഘട്ടം ഘട്ടമായിട്ട്, അതായത് ദശ, അപഹാരം, ഛിദ്രം, ഇതൊക്കെ നോക്കി ആ ഗ്രഹത്തിന്റെ റൂള് നടക്കുന്ന സമയത്ത് നമുക്കത് അനുകൂലമാണോ കൂടി നോക്കണം. വ്യാഴദശ ആയിരിക്കുന്ന സമയത്ത് ശുക്രന്റെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ലൈഫില് സക്സസ് ആവാൻ വേണ്ടിയിട്ടേ ഇത്തരത്തില് മഹാലക്ഷ്മി പൊരുളുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ അത് ജാതകത്തിൽ അനുകൂലമായിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊക്കെ ആർക്കെന്നും പറഞ്ഞ് കുറെ വീഡിയോകൾ ചെയ്തിട്ടേക്കണം. അപ്പൊ പാവം പിടിച്ച ആളുകളും, നമ്മളെല്ലാവരും പാവം പിടിച്ച ആളുകൾ, ഞാൻ പറഞ്ഞത് സമൂഹത്തില് പണത്തെ നോക്കി എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, ഭാഗ്യം മണ്ണെന്ന് വിചാരിക്കുന്ന ആളുകൾ കൂടുതൽ ഇതൊക്കെ വ്യൂ ചെയ്യുന്നുണ്ടാവും. കാരണം ആളുകളുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം പണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടാവും. പണക്കാരനാവണം, നല്ലെല്ലാം കിട്ടത്തുള്ളൂ. പെണ്ണ്, മണ്ണ്, പൊന്ന് എന്ന് പണ്ടത്തെ ആൾക്കാർ പറയും. അതിനോട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പോ നല്ല റിലേഷൻസ് വരണം, ധാരാളം പണം വരണം, സുഖകരമായ ജീവിതം വരണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ കുറെ ഉണ്ടാവും. കുറച്ചു പേരായിരിക്കും വിദ്യ കൂടുതൽ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ഇത് പണം കൂടുതൽ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും ഭാഗ്യം വന്ന് ഞാൻ പണക്കാരനാവണം, ലോട്ടറി അടിച്ച് പണക്കാരനാവണം എന്ന് കുറെ പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. ലോട്ടറി അടിക്കാൻ നിങ്ങൾക്ക് വിധിയുണ്ടോ? ഇതൊന്നും ചെയ്യണ്ട, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, ഉറപ്പാണ്. കാര്യം മുൻജന്മത്തില് നിങ്ങൾ ചെയ്തു വെച്ച പുണ്യങ്ങളുടെ കൂമ്പാരം നിങ്ങൾക്ക് ഇന്ന സമയത്ത് കിട്ടണം, അടുത്ത ജന്മം എടുക്കും ഇന്ന സമയത്ത് കിട്ടും എന്നുള്ളൊരു കണക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ സമയം നിങ്ങൾ സക്സസ് ആവും. ഒന്നും ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ കൃത്യമായിട്ട് ചെയ്ത് സക്സസ് ആവണമെങ്കിൽ നല്ലവണ്ണം സ്കില്ല് നേടണം, നല്ലവണ്ണം പണിയെടുക്കണം, മടി കാണിക്കാതെ നല്ലവണ്ണം പണിയെടുക്കണം, നല്ലവണ്ണം സ്കില്ല് നേടണം. ആ സ്കില്ല് വെച്ചിട്ട് പ്രവർത്തിച്ച് ആളുകൾക്ക് ഗുണമുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് നോക്കണം. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനർജി കൂട്ടിക്കഴിഞ്ഞാൽ ആളുകൾ നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവും. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ആളുകളില്ലെങ്കിലോ, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിലോ അത് വാങ്ങിക്കാൻ ആളുകൾ വന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആകർഷണം നിങ്ങൾക്ക് വന്നാൽ വരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ച് ആ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ ആ സമയത്ത് ഉപയോഗിച്ചാൽ അത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കും. അട്രാക്റ്റീവ് ആകുമ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളുടെ സംസാരം വളരെ ക്ലിയർ ആണെങ്കിൽ ഓക്കെ. ഇത് അന്തർകാരകത്വമുണ്ട്. അന്തർകാരകത്വത്തെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. അന്തർകാരകത്വം
അതായത് പുറത്തുനിന്നുള്ള ഒരു സാധനം ഉപയോഗിക്കാതെയും നിങ്ങളുടെ അകത്ത് തന്നെ നിങ്ങളുടെ ഗ്രഹങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിന് അന്തർകാരകത്വം എന്ന് പറയും, അന്തരകർമ്മ. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് വേണം മഹാലക്ഷ്മി പൊരുളൊക്കെ ഉപയോഗിക്കാനായിട്ട്. അത് നമ്മളിലേക്ക് അടുത്ത് വരുന്ന സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ നോക്കി ഉപയോഗിച്ചാൽ നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആവും. ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു കളയണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഉപ്പ് വശം ചെയ്ത്, അല്ലെങ്കിൽ ഉപ്പ് ഒഴിഞ്ഞു കളഞ്ഞ്, മുളക് ഒഴിഞ്ഞു കളഞ്ഞ്, കുരുമുളക് വെച്ച് ഒഴിഞ്ഞു കളഞ്ഞ്, മഞ്ഞൾ ഒഴിഞ്ഞ് ദോഷത്തെ നീക്കി, ഉപ്പും മുളകും കടുകും ഒഴിഞ്ഞു കളയുന്നു, പാച്ചിയില ഒഴിഞ്ഞു കളയുന്നു, തീനാറി ഇല ഒഴിഞ്ഞു കളയുന്നു, കുറ്റിപ്പാണലിന്റെ ഇല ഒഴിഞ്ഞു കളയുന്നു. അതൊന്നും അങ്ങനെ കുഴപ്പമില്ല. നെഗറ്റീവായിട്ട് അങ്ങനെ ചെയ്യുക. അതിനു മുമ്പ് തന്നെ വീടിന്റെ അന്തരീക്ഷം ക്ലീൻ ആക്കി വെക്കുക. അടുക്കള നല്ല ക്ലീൻ ആക്കുക, മുറികൾ നല്ല ക്ലീൻ ആക്കുക, മൊത്തം ക്ലീൻ ആക്കി വെക്കുക. നല്ല സുഗന്ധം വരുന്ന തരത്തില് വീട്ടില് ദശാങ്കഷ്ടങ്ങളൊക്കെ പോയിക്കുക, വസ്ത്രം അലക്കിടുക, വീട്ടിലെ പാത്രങ്ങൾ വൃത്തിയാക്കി. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദോഷങ്ങളെ ഒഴിഞ്ഞു കളയാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ക്ലീൻ ആക്കി വെക്കുക നിങ്ങളുടെ അന്തരീക്ഷം. അതിനുശേഷം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാരകത്വമാണ് നിങ്ങൾ വരുത്തണമെങ്കിൽ ഓക്കെ. അപ്പോൾ ചില ട്രഡീഷണൽ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ ഇതൊക്കെ കാരകത്വം ഉപയോഗിച്ചാൽ ചിലപ്പോൾ അവർക്ക് പോസിറ്റീവ് ആയിരുന്നേക്കാം. അവരറിയാതെ തന്നെ ചിലപ്പോൾ ഈ യൂട്യൂബുകളിൽ കാണുന്ന വീഡിയോസ് കാണുമ്പോഴും ചിലവർക്ക് അനുകൂലമായി വന്നേക്കാം. ചിലപ്പോൾ അവരുടെ വ്യാഴം വളരെ പവർഫുൾ ആണ്, വ്യാഴത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് പോസിറ്റീവ് ആയിരിക്കാം. ചിലവർക്ക് ശുക്രൻ അനുകൂലമാണ്, ശുക്രന്റെ കാരകത്വം ഉപയോഗിക്കുമ്പോൾ അവർക്ക് അനുകൂലമായി വന്നേക്കാം. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നില്ല. പ്രയോജനപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജാതകവുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ 108 അല്ല 1008 മഹാലക്ഷ്മി പൊരുളുകൾ ഉപയോഗിച്ചാലും പണക്കാരനാവുമെന്ന് അങ്ങനെ നിങ്ങളുടെ അത്യാഗ്രഹം വേണ്ട. നിങ്ങളുടെ ജാതകപ്പടി നിങ്ങൾ പണക്കാരനാവുന്നുണ്ടെങ്കിൽ ആർക്കോ തടയാൻ പറ്റില്ല. അതുപോലെ ജാതകപ്പടി പണി കിട്ടണം എന്നുണ്ടെങ്കിലും അതും തടയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് കണ്ടെത്തുക, കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ജ്യോത്സ്യന്മാരുടെ വിജയം. അപ്പൊ പ്രാക്ടിക്കാലിറ്റി, പ്രാക്ടിക്കൽ അസ്ട്രോളജി ഇവ ഉപയോഗിക്കണ സമയത്ത് പ്രഡിക്റ്റീവായിട്ട് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ആ ഹോറോസ്കോപ്പ്, ആ ജാതകം വേണ്ട വിധം വിശകലനം ചെയ്തിട്ട് ഇതൊക്കെ ഉപയോഗിച്ചാൽ കൂടുതൽ ഗുണമുണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. നമുക്ക് അടുത്ത അന്തർകാരകത്വം മുതലായ കാര്യങ്ങളൊക്കെ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യശ്വരായ നമഃ.